ഹലോ ഫ്രണ്ട്സ്, മീ വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ക്രിസ്മസ് ഒക്കെയാണ് വരുന്നത്. നമുക്ക് എല്ലാവർക്കും ഒരു കിടുക്കാച്ചി ചിക്കൻ പെരട്ട് ഉണ്ടാക്കിയാലോ? അപ്പോൾ നമുക്ക് ഒരുപാട് അങ്ങോട്ട് വലിച്ചു നീട്ടാതെ വേഗം തന്നെ കറി വയ്ക്കാൻ പോകാം. ഞാനിവിടെ എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ 1 കിലോ ചിക്കനാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 4 സവാള, ചെറിയ ഉള്ളിയൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി. ഞാൻ ആദ്യം ചെയ്തതെന്ന് വെച്ചാൽ ചിക്കനെ നന്നായി കഴുകി എടുത്തതിന് ശേഷം അതിൽ കുറച്ച് തൈര്, പിന്നെ ശകലം ഉപ്പ്, മുളക് പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ട് വിരവി എടുത്തിട്ട് അതിനെ അടച്ച് വയ്ക്കുക. ഒരു 1/4 മണിക്കൂറോളം അടച്ച് വെച്ചേക്കുക. അത് റെസ്റ്റ് ചെയ്യാൻ അവിടെ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഒരു 4 സവാള ചെറിയ ഉള്ളിയും നീളത്തിനരിഞ്ഞെടുക്കണം. ശേഷം കടുവറുത്തതിന് ശേഷം ഈ സവാളയും ചെറിയ ഉള്ളി എല്ലാം കൂടി ഇട്ട് നന്നാക്കി വശക്കി എടുക്കുക. ഇതിലോട്ട് നമുക്ക് ജിഞ്ചർ പേസ്റ്റ് ചേർക്കാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം കൂടി ഒന്ന് ചതക്കിയിടുക. ഇതെല്ലാം കൂടി ചെറുതായിട്ട് അരിഞ്ഞ് മിക്സിയുടെ ജാറിലിട്ട് ഒറ്റ അടി അടിച്ചാൽ മതി. 1 2 അടി അടിക്കുക. അടിച്ചിട്ട് അതിൻ്റെ ആ ഒരു പേസ്റ്റും കൂടി നമ്മൾ ഇതിലോട്ട് ചേർക്കുക. എന്നിട്ട് നല്ലൊരു ബ്രൗൺ നിറം ആവുന്നത് വരെ അത് നന്നായിട്ടൊന്ന് ഇളക്കി വശക്കി എടുക്കുക. അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എണ്ണ കുറച്ചും കൂടി വേണമെങ്കിൽ ആവശ്യമാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് മൺപാത്രമോ ഇരുമ്പ് ചട്ടിയൊക്കെ കിട്ടുകയാണെങ്കിൽ അത് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. ഞാനിവിടെ അലുമിനിയം അല്ല ഒരു ചീനച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് നമുക്ക് വേഗം മുളക് പൊടിയും മല്ലിപ്പൊടി, ഗരം മസാല, ഞാനിവിടെ ചിക്കൻ മസാല ചേർത്തതെന്ന് വെച്ചാൽ ഈസ്റ്റേൻ്റെ ഒരു ചിക്കൻ മസാല ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിന് എരിക്കനുസരിച്ച് വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ, മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ. എനിക്കിവിടെ എരിയൊക്കെ കുറച്ച് മതി, അതുകൊണ്ട് ഞാനൊരു 2 ടീസ്പൂൺ മാത്രമേ മുളക് പൊടി ചേർത്തിട്ടുള്ളൂ. സമം തന്നെയാണ് മല്ലിപ്പൊടിയും ചേർത്തിരിക്കുന്നത്. എന്നിട്ട് 1 ടീസ്പൂൺ മാത്രമാണ് ചിക്കൻ മസാല ചേർത്തിരിക്കുന്നത്. ഗരം മസാലയും അതുപോലെ തന്നെ. പിന്നെ കുരുമുളക് പൊടിയും ചേർത്ത് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി ബ്രൗൺ കളറൊക്കെ മാറി അതിൻ്റെ ഒരു പച്ചപ്പൊക്കെ മാറിയതിന് ശേഷം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വച്ചിരിക്കുന്ന ചിക്കനും കൂടി അതിൽ തട്ടി ഒന്ന് നന്നായിട്ട് അരപ്പൊക്കെ എല്ലായിടത്തും പിടിക്കുന്ന രീതിയിൽ ഒന്ന് കുഴച്ച് വയ്ക്കുക. ഇതുപോലെ നന്നായിട്ട് അരപ്പെല്ലാം ഒന്ന് റെഡിയായി എല്ലാ സ്ഥലത്തും എത്തുന്ന രീതിയിൽ ഒന്ന് കുഴച്ച് റെഡിയാക്കിയതിന് ശേഷം അതിനെ അടച്ച് വയ്ക്കുക. അതിൽ തന്നെ ചിക്കനിൽ തന്നെ വെള്ളം ഊറി വരുന്നത് കൊണ്ട് നമുക്ക് അധികം വെള്ളം വീഴ്ത്തേണ്ട കാര്യമില്ല. അഥവാ ഇനി ഒട്ടും വെള്ളം ഇല്ല, എല്ലാം വറ്റിപ്പോയി, പക്ഷേ ചിക്കൻ വെന്തിട്ടുമില്ല എന്നുള്ളൊരു ഫീലിംഗ് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അതിൽ കുറച്ചും കൂടി വെള്ളം വീഴ്ത്തി അടച്ച് വെച്ച് വേവിക്കുക. നന്നാക്കി വശക്കി എടുക്കുക. ഒരു 3/4 മണിക്കൂറോളം നന്നായി വശക്കുക. അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് വന്ന് തുറന്ന് നോക്കി വശക്കി വെച്ച് കൊടുത്താൽ മാത്രം മതി. എപ്പോഴും വശക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കണ്ടോ, ഈ ഒരു ഷേപ്പിൽ കിട്ടുന്നത് വരെ വശക്കുക. ഒരു 3/4 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്ക് എന്തായാലും സെറ്റായിട്ടൊരു കറി റെഡിയാവും. അപ്പോൾ നാളെ ക്രിസ്മസിനൊക്കെ ഈ ഒരു റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. ചപ്പാത്തിയുടെ കൂടെ ആയാലും ചോറിൻ്റെ കൂടെ ആയാലും ഇപ്പോൾ കപ്പയുടെ കൂടെ ആയാലും ഏതൊരു ഐറ്റത്തിൻ്റെ കൂടെ ആയാലും നമുക്ക് നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. പിന്നെ മറക്കണ്ട, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. കാരണം ഞാനിത് വലിച്ചു നീട്ടാതെ വേഗം പറഞ്ഞ് അവസാനിപ്പിച്ചതാണ്. നിങ്ങൾക്ക് ഒരുപാട് തിരക്കുള്ള ആളുകളാണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചതാണ്. അപ്പോൾ എല്ലാവർക്കും നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ, ബൈ ബൈ.